Opening hours with MyFin. Good morning, sir. Good morning. And Happy New Year in advance. Yeah, thank you. Same to you. സർ, ഏതായാലും നമുക്ക് മാർക്കറ്റിൽ കഴിഞ്ഞൊരു 4 കോൺസിക്യൂട്ടീവ് സെഷനുകളിലായിട്ട് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഒരു നെഗറ്റീവ് നോട്ടിൽ തന്നെയായിരുന്നു. ഇന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു നോട്ടിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. 26,000 എന്നുള്ള ഒരു ലെവൽ ടെസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് ആ ഒരു ഹൈ ലെവൽസിൽ ഒരു റിജക്ഷനാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എങ്ങനെയാണ് സർ മാർക്കറ്റിനെ വിലയിരുത്തുന്നത്? നമ്മൾ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നെഗറ്റീവായിരുന്നു. ഈ 26 എബോവ് വരുമ്പോൾ 26,000 എബോവ് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ ഒരു സസ്റ്റൈനബിലിറ്റിയുടെ ഇഷ്യൂ ഉണ്ട്. അതൊരു കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നു. കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്സ് അല്ലെങ്കിൽ റീറ്റെയിലേഴ്സ് അല്ലെങ്കിൽ മോസ്റ്റ് പാർട്ടിസിപ്പൻസ് വരുന്നത് അവിടെ സസ്റ്റെയിൻ ചെയ്യുന്നില്ല എന്നത് നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ കുറച്ച് നമ്മളുടെ ന്യൂ ഇയറിന്റെയും ഒരു ഹോളിഡേ വീക്ക് അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരു ഫ്രഷ് ഇൻവെസ്റ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഒരു ഫ്രഷ് മൂവ്മെന്റ്സ് അല്ലെങ്കിൽ മണി ഫ്ലോ വരുമ്പോൾ അത് ഓവർകം ചെയ്യുമെന്നാണ് ഞാൻ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എനിവേ നമ്മളൊരു പോസിറ്റീവ് ബയാസോട് കൂടി തന്നെയാണ് ട്രേഡിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഒരു ന്യൂ ഇയറിലും നല്ലൊരു നിഫ്റ്റി മൂവ്മെന്റ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ വർഷം നമുക്ക് ഫസ്റ്റ് ഹാഫിൽ വളരെ മെച്ചമായിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നില്ല. സെക്കൻഡ് ഹാഫിൽ അത് ലാസ്റ്റ് ക്വാർട്ടറിലാണ് നമുക്ക് നല്ലൊരു മൂവ്മെന്റ്സ് നിഫ്റ്റിയിൽ കാണാൻ കഴിഞ്ഞത്. ഗവൺമെന്റ് ഒരുപാട് സ്റ്റെപ്സ് എടുത്തിരുന്നു. അപ്പോൾ അതെല്ലാവരും തന്നെ ഇതിന്റെ ഷെയർ ഹോൾഡേഴ്സ് എല്ലാം തന്നെ കീനായിട്ട് നമ്മുടെ പെർഫോമൻസ് വാച്ച് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള എക്കോണമി വാച്ച് ചെയ്യുന്നുണ്ട്. ഇക്കോണമി ബൂസ്റ്റ് ചെയ്യാനും അതിനുള്ള എല്ലാ സെന്റിമെന്റ്സ് പോസിറ്റീവ് ആക്കാനുള്ള മെഷേഴ്സ് എടുക്കുന്ന ഒരു ഗവൺമെന്റ് ആക്റ്റീവായി തന്നെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോസിറ്റീവാണ്. പിന്നെ ഗ്ലോബലി വരുന്നുള്ള എല്ലാ റിസ്കുകളെയും നേരത്തെ തന്നെ മുൻകൂട്ടി കാണാനും അതിന് അഗൻസ്റ്റ് ആയിട്ട് സേഫ് ഗാർഡ് എടുക്കാനും കഴിയുന്നുണ്ട്. പിന്നെ ഇതെല്ലാത്തിനുപരി നമ്മളുടെ എക്കണോമിക് സിസ്റ്റത്തിന്റെയും ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെയും ഒക്കെ സ്ട്രെങ്ത് അത് പല പ്രാവശ്യവും നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അല്ലെങ്കിൽ അത് പല ചലഞ്ചസിലൂടെയും ഓവർകം ചെയ്ത് വളരെ സ്ട്രോങ് ആണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇതെല്ലാം തന്നെ ഒരു ബേസ് ആയി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഒരു വലിയൊരു പോസിറ്റീവ് ഇയേഴ്സ് ആയിരിക്കും ഈ വരുന്ന നിഫ്റ്റി മൂവ്മെന്റ്സ് ആണ്. ബട്ട് ഇന്നത്തെ അല്ലെങ്കിൽ വളരെ ഷോർട്ട് ടൈമിന്റെ ഒരു ടെക്നിക്കൽ വ്യൂ പറയുകയാണെങ്കിൽ 26,000 എബോവ് ഒരു ചലഞ്ചസ് ഉണ്ട്. ബട്ട് അത് നെക്സ്റ്റ് വീക്കോട് കൂടി അത് ഓവർകം ചെയ്യും. ഫ്രഷ് ഫ്ലോ ഓഫ് മണി വരും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ തന്നെ നമ്മളുടെ മെറ്റൽ ഇൻഡെക്സിലേക്ക് ഒരു സപ്പോർട്ട് വരുന്നുണ്ട്. അത് ഗവൺമെന്റ് എടുത്ത മെഷേഴ്സിന് അടുത്താണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഇന്ന് തന്നെ PSU ബാങ്ക്സിലൊക്കെ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ സപ്പോർട്ടെല്ലാം തന്നെ നിഫ്റ്റിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ബട്ട് വളരെ 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 ഒരു സ്റ്റിഫ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് 26,250 300 ലെവലിലുള്ളത്. അപ്പോൾ അവിടെ വരുമ്പോൾ വീണ്ടും നമ്മളൊന്ന് കോഷ്യസ് ആവുക. പോസിറ്റീവ് ആൻഡ് കോഷ്യസ് നോട്ടിലേക്ക് ന്യൂ ഇയറിലേക്ക് കടക്കുക. ബട്ട് പോസിബിലിറ്റി വളരെ പോസിറ്റീവായി. ഏതായാലും സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് നമ്മൾ 2026 കടക്കുന്നത്. അത് അങ്ങനെ തന്നെ ആവട്ടെ. ആ ഒരു പ്രതീക്ഷകളും പ്രത്യാശകളും ഒക്കെ തന്നെ അതേപോലെ തന്നെ നിലനിൽക്കട്ടെ എന്ന് തന്നെ പറയാം. സാർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മെറ്റൽ ഇൻഡെക്സ് കഴിഞ്ഞ കുറേ സെഷനുകളിലായിട്ട് വളരെയധികം ഒപ്റ്റിമിസം പ്രകടമാക്കുന്നുണ്ട്. ഈ ഹൈ ലെവൽസിൽ മെറ്റൽ ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും ഇൻവെസ്റ്റേഴ്സ് വാച്ച് ചെയ്തിരിക്കേണ്ട ലെവൽസ് ഏതൊക്കെയായിരിക്കും? നമ്മുടെ മെറ്റൽ ഇൻഡെക്സിൽ കുറെ ചലഞ്ചസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ 2 വർഷങ്ങളിലൂടെ. അതിന്ന് കഴിഞ്ഞ് ഒരു ഓവർകം വന്നു. അതിനുശേഷം ഒരു വലിയൊരു മൂവ്മെന്റ്സ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ നിന്നൊരു കറക്റ്റീവ് ആക്ഷൻസ് വരികയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുമ്പ് ചെറിയൊരു കറക്റ്റീവ് ആക്ഷൻസ് ഒക്കെ വന്നിരുന്നു. ഇങ്ങനെ വരികയാണെങ്കിൽ അടുത്തൊരു വലിയ സ്ട്രോങ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് തീർച്ചയായിട്ടും 13,000 14,000 അടുത്തേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിനുമായി ബന്ധപ്പെട്ട് മെറ്റൽസിന്റെ ഒക്കെ ഒരുപാട് യൂസേജ് നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കൺസപ്ഷൻ കൂടാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കറക്റ്റീവ് ആക്ഷൻസ് കിട്ടുകയാണെങ്കിൽ റീറ്റെയിൽഡ് ബൈ എന്നുള്ള ഒരു സ്ട്രോങ് ടൈം സ്ട്രാറ്റജിയിൽ മൂവ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. എന്തെങ്കിലും ഒരു കറക്റ്റീവ് ആക്ഷൻസ് വരികയാണെങ്കിൽ നമ്മളവിടെ കീനായിട്ട് വാച്ച് ചെയ്ത് അതിൽ റാലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. ഒരു സെക്കൻഡറി മൂവ്മെന്റ്സിന്റെ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഒരു സെക്കൻഡറി മൂവ്മെന്റ്സിന്റെ വരാനുള്ള സാധ്യത നമുക്ക് മുന്നിൽ കാണാം. വോളിയം വളരെയധികം ഹൈ ആണ്. അപ്പോൾ അതിന്റെ സ്പെക്കുലേറ്റീവ് മൂവ്മെന്റ്സ് പോകുമ്പോഴേക്കും ചെറിയൊരു കറക്റ്റീവ് ആക്ഷൻസ് ഉണ്ടാവും. ആ ആക്ഷൻസിൽ നിന്ന് അടുത്ത് ജെന്യൂൻ ആയിട്ടുള്ള ബൈയിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും ഒരു നല്ലൊരു സ്ട്രാറ്റജി. സാർ പലതവണ ഈ വർഷം സാർ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് പങ്കുവച്ചിട്ടുള്ള ഒരു സൂചികയായിരുന്നു നിഫ്റ്റി PSU ബാങ്ക് സൂചിക. PSU ബാങ്ക് സൂചിക പരിശോധിക്കുകയാണെങ്കിൽ ഇന്നും ഏകദേശം 1% മുകളിലുള്ള നേട്ടം. അതായത് ഇന്നലത്തെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്ക് സൂചികയിലൊക്കെ തന്നെ ഒരു ഫ്ലാറ്റ് പെർഫോമൻസ് രേഖപ്പെടുത്തിയിരുന്ന ഒരു ഘട്ടത്തിൽ പോലും വളരെ പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ടും PSU ബാങ്കിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. PSU ബാങ്കിൻ്റെ ഒരു പെർഫോമൻസ് തുടർന്നും എങ്ങനെയാകുമെന്നാണ് സാർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്?
സീനുകളിൽ നമ്മളെ കുറച്ച് ദിവസം മുമ്പ് നോക്കുകയാണെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 1-2 ദിവസം കഴിഞ്ഞ 2 ദിവസം കൊണ്ടാണ് ഈ ഒരു മൂവ്മെന്റ്സിന്റെ റിക്കവറി കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ നിഫ്റ്റിയിൽ വലിയ പെർഫോമൻസ് ഇല്ല, ബട്ട് അവിടെ നമുക്ക് എയർലി ഒരു ഇൻഡിക്കേഷൻ എന്ന ലെവലിൽ PSU ബാങ്കിന്റെ പെർഫോമൻസ് ആണ് വന്നത്. അത് കഴിഞ്ഞിട്ടാണ് നിഫ്റ്റി ഇന്ന് പോസിറ്റീവിലേക്ക് വന്നു. ഞാൻ ഇന്നും അത് സസ്റ്റൈനബിലിറ്റി ഇഷ്യൂ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ബാങ്കിന്റെ അല്ലെങ്കിൽ ബാങ്ക് ഇൻഡെക്സിന്റെയോ PSU ബാങ്ക് ഇൻഡെക്സിന്റെയോ ഇതിൽ നമുക്ക് ആ ഒരു ചലഞ്ചസ് ഇല്ല. കാരണം വോളിയം ഹൈ ആണ്, അവിടെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റീസ് ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ PSU നല്ലൊരു പോസിറ്റിവിറ്റി വരാൻ സാധ്യതയുണ്ട്. ഒരു റെസ്റ്റിംഗ് പോയിന്റ് ഉണ്ടായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം 8600 വന്നു, അതിനുശേഷം റെസ്റ്റിംഗ് പോയിന്റ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു 9000 10,000 ലെവലിലേക്കൊക്കെ ഒരു ഷോർട്ട് ടൈമിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. കാരണം PSU ബാങ്ക്സിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. നമ്മുടെ വ്യൂ തന്നെ മാറിയിട്ടുണ്ട്. അതായത് മുമ്പ് ഉണ്ടായിരുന്ന ഒരു വ്യൂ അല്ല ഇന്നുള്ളത്. ചലഞ്ചസിലൂടെ കടന്നു പോകാനായിട്ട് അവരെ പ്രാപ്തമാക്കിയ ഒരുപാട് മുൻനിര അല്ലെങ്കിൽ മാനേജ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ വളരെയധികം കോമ്പറ്റേറ്റീവ് ഫീൽഡിൽ അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെയധികം അഗ്രസീവ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും തന്നെ ഈ ഒരു ബാങ്കിന്റെ ഒരു സെക്ടറൽ ഔട്ട്ലുക്ക് കുറച്ച് മാറിയിട്ടുണ്ട്. PSU ബാങ്കിന്റെ ഔട്ട്ലുക്ക് മാറിയിട്ടുണ്ട്. ബട്ട് ഇപ്പോഴും പ്രൊമോട്ടർ ഹോൾഡർ എന്നുള്ള നിലയിൽ ഗവൺമെന്റ് കമ്പനി എന്നുള്ള ടാഗ് ഉള്ളത് കൊണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ ഇതൊക്കെ നല്ലതുപോലെ ഔട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഈവൻ ദോ നമ്മുടെ PSU ആണെന്ന് പറഞ്ഞാൽ പോലും ഇപ്പോൾ നല്ലൊരു ഔട്ട് പെർഫോമിങ്ങിന് സാധ്യതയുണ്ട്. സ്റ്റിൽ ഹോൾഡിങ്, നമ്മളത് ഹോൾഡ് ചെയ്യുന്നതായിരിക്കും ഒരു നല്ലൊരു സ്ട്രാറ്റജി. കാരണം ഇത് മുമ്പൊക്കെ നമ്മൾ ഡിവിഡൻഡ് ഈൽഡ് എന്നുള്ള രീതിയിലായിരുന്നു കണ്ടിരുന്നത് PSU ബാങ്ക്സിന്. ഇപ്പൊ അതൊക്കെ മാറി ഒരു ഗ്രോത്ത് ഓറിയന്റഡ് രീതിയിലേക്ക് പോകുന്നുവെന്ന് ഒരു വ്യൂ ചേഞ്ചസ് ഉണ്ടായിരിക്കുന്നു. സോ അത് കണ്ടിന്യൂ ചെയ്യുന്നിടത്തോളം കാലം നമുക്കത് ഹോൾഡ് ചെയ്യാം. അനീഷ് സാർ, നമ്മുടെ ഈ സിൽവർ അതോടൊപ്പം തന്നെ കോപ്പർ പ്രൈസുകളിലൊക്കെ തന്നെ റെക്കോർഡ് വർധനവ് നമ്മൾ കണ്ട സമയത്ത് ഏറ്റവും അധികം അതൊരു ബെനിഫിഷ്യറി ആയി മാറിയിട്ടുള്ള ഒരു കമ്പനിയായിരുന്നു ഹിന്ദുസ്ഥാൻ കോപ്പർ എന്ന് പറയുന്നത്. കഴിഞ്ഞ ഒരു സെഷനുകളിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ 8 സെഷൻ കൊണ്ട് 40% ഒരു വലിയ മുന്നേറ്റമാണ് ഈ ഒരു PSU കമ്പനിയിൽ ഉണ്ടായിരിക്കുന്നത്. ഹിന്ദുസ്ഥാൻ കോപ്പർ ഇന്നൊരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു മൊമെന്റം തുടർന്നും അങ്ങോട്ട് എങ്ങനെയാവാനുള്ള ഒരു സാധ്യതയാണ് ടെക്നിക്കലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കമ്പനിയിലൊക്കെ PSU കമ്പനി പ്രത്യേകിച്ച് നമ്മളുടെ ചേഞ്ചസ് വന്നു. കാരണം വാല്യുവേഷൻസിന് ഒരു ഫാക്ടർ ചെയ്യുന്ന ചില ഡിസ്കൗണ്ട് പോയിന്റുകളൊക്കെ മാറ്റാനായിട്ട് നമ്മളും ഒരു പരിധിവരെ നമ്മളുടെ മറ്റു കമ്പനികളുടെ വാല്യുവേഷൻ നോക്കിയപ്പോൾ ഇതിന്റെ ചീപ്പർ വാല്യുവേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മളെ വ്യൂസും മാറിയിട്ടുണ്ട്. അതായത് ഇൻവെസ്റ്റേഴ്സിന്റെ വ്യൂസും മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കമ്പനികളിലെല്ലാം തന്നെ ഈ പെർഫോമൻസ് വരുന്നത്. ഈ പെർഫോമൻസിനെ ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം നമ്മൾ നോക്കേണ്ടത് ഒരു 200 ലെവലിൽ നിന്നാണ് ഈ ഒരു മൂവ്മെന്റ്സ് വരുന്നത്. അതൊരു 320 വരെ ആദ്യം മൂവ്മെന്റ്സ് വന്നു, അവിടെ നിന്ന് ഒരു കറക്റ്റീവ് ആക്ഷൻസ് വന്നു. അതിനുശേഷം ഞാൻ ഈ ടെക്നിക്കലി പറയുകയാണെന്ന് വെച്ചാൽ കറക്റ്റീവ് ആക്ഷൻസ് വരികയും അതിനുശേഷമുള്ള മൂവ്മെന്റ്സ്, ആ സെക്കൻഡറി മൂവ്മെന്റ്സിന്റെ പവർ പറയാൻ വേണ്ടി മാത്രമാണ് ഞാനത് പറഞ്ഞത്. കാരണം ഒരു 320 വരെ വരികയും അതിനുശേഷം 280ലേക്ക് ഒരു പുൾ ബാക്ക് വന്നു. ആ 280 വന്ന മൂവ്മെന്റ്സ് ആണ് ഇപ്പൊ നമ്മൾ കാണുന്ന ഈ 600ന്റെ അടുത്തേക്ക് വന്ന് നിൽക്കുന്ന 530 550ലേക്ക് അടുത്തേക്ക് വന്ന് നിൽക്കുന്ന ഈ ഒരു മൂവ്മെന്റ്സ്. ഇപ്പൊ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരിക്കലും അതിനെ നെഗറ്റീവായിട്ട് പോകും എന്ന് പറയാനായിട്ട് കഴിയില്ല. അത് പോസിറ്റീവ് ട്രെൻഡ് തന്നെയാണ്. ഇനിയും ഒരു മൂവ്മെന്റ്സിന് കൂടെ സാധ്യതയുണ്ട്. നമ്മൾ സെക്കൻഡറി ട്രെൻഡ് കഴിഞ്ഞാൽ തന്നെ ഒരു അടുത്തൊരു ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ദ മൂവ്മെന്റ്സ് ഉണ്ട്, വരാനുള്ള സാധ്യതയുണ്ട്. അവിടെ സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റീസ് കുറച്ച് കൂടുതലായിരിക്കും. ബട്ട് അതിനൊരു സാധ്യതയുണ്ട്. അപ്പൊ ഇത് ഈ ഒരു ലെവലിൽ നിൽക്കുന്നതല്ല, ടു ബി ബ്രോഡ്. നമ്മളൊരു ലോങ് റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ 700 800 ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതിനു മുമ്പ് ഒരു കറക്റ്റീവ് ആക്ഷൻസ് വരാം. അതിനുശേഷം ഒരു സ്പെക്കുലേറ്റീവ് മൂവ്മെന്റ്സ്, വളരെ സ്പീഡായിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ലോങ് ടേമിൽ അത് പോസിറ്റീവാണ്. അതിന് മുമ്പ് ഒരു കറക്റ്റീവ് ആക്ഷൻസ് വരുമ്പോൾ, സ്പെക്കുലേറ്റീവ് മൂവ്മെന്റ്സ് കൂടുമ്പോൾ വളരെ സ്പീഡായിട്ടുള്ള ഒരു ആക്ഷൻസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ഒരു ലോങ് ടേമിലേക്ക് ഹിന്ദുസ്ഥാൻ കോപ്പറിന്റെ ഒരു വ്യൂ. ബട്ട് ഇവർ വളരെ ഷോർട്ട് ടൈം നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 600ന്റെ അടുത്തൊക്കെ വരുമ്പോഴേക്കും ഒരു കറക്റ്റീവ് ആക്ഷൻസ് വരാൻ ടെക്നിക്കലി സാധ്യതയുണ്ട്. വോളിയത്തിൽ വളരെയധികം ഇംപ്രൂവ്മെന്റ്സ് ആണ് കഴിഞ്ഞ ഒരു 2 വീക്സിന് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു മൂവ്മെന്റ്സിന്റെ ഒരു സ്പീഡ് കൊടുക്കുന്നത്. അതായത് വോളിയം വളരെയധികം എല്ലാവരും അട്രാക്ട് ചെയ്യപ്പെടുന്ന ഒരു മൂവ്മെന്റ്സ് ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈവൻ ദോ നമ്മുടെ സ്പെക്കുലേറ്റീവ് മൂവ്മെന്റ്സ് കുറച്ച് കുറയുമെങ്കിലും ബട്ട് അതിനുശേഷവും മൂവ്മെന്റ്സ് വരാനുള്ള സാധ്യതയുണ്ട്.
സർ അടുത്തായിട്ട് ഡിക്സൺ ടെക്നോളജീസിനെ സംബന്ധിച്ചിടത്തോളമാണ് ചോദിക്കാനായിട്ടുള്ളത്. ഡിക്സൺ ടെക്നോളജീസ് പരിശോധിക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ട് ഇപ്പോൾ 7 ദിവസത്തെ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു ഇടിവിന് ശേഷം ഇന്നൊരു ഫ്ലാറ്റ് നോട്ടിലാണെങ്കിൽ പോലും ഒരു പോസിറ്റീവ് ടോൺ രേഖപ്പെടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ബ്രോക്കറേജസിൻ്റെ ഒക്കെ ഒരു വ്യൂ പരിശോധിക്കുകയാണെങ്കിൽ CLSA അടക്കം ഒരു ഔട്ട് പെർഫോമൻസ് റേറ്റിംഗ് തന്നെ നിലനിർത്തുമ്പോഴും ടാർഗറ്റ് പ്രൈസിൽ വലിയ രീതിയിൽ തന്നെ ഒരു കുറവ് വരുത്തിയിട്ടുണ്ടായിരുന്നു. മുമ്പുണ്ടായിരുന്ന ഒരു 18,800 നിന്ന് 15,880 രൂപ എന്ന് പറഞ്ഞൊരു നിരക്കിലേക്ക് ഈ ഒരു ഓഹരിയുടെ ടാർഗറ്റൊക്കെ തന്നെ കുറയ്ക്കുന്ന ഒരു സാഹചര്യം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ ടെക്നിക്കൽ ആസ്പെക്ട്സ് പരിശോധിക്കുകയാണെങ്കിൽ ഡിക്സൺ ഈ ഒരു കറക്ഷൻ തന്നെ തുടരുമോ അതോ ഒരു റിക്കവറി ഉണ്ടാകുമോ? എന്താണ് സാറിൻ്റെ വ്യൂ പോയിന്റ്? ഞാൻ ചാർട്ടിലെ പരിശോധിച്ച് നമ്മളെ ഒരു 16,000 ബിലോ വന്നപ്പോൾ തന്നെ നമുക്കൊരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് അല്ലെങ്കിൽ ചാനൽ ബ്രേക്ക് ഡൗൺ ഒക്കെ ഉണ്ടായിരുന്നു. ബ്രേക്ക്ഔട്ട് അല്ല, ബ്രേക്ക് ഡൗൺ ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്സ് ആണ്. അതിൽ നിന്ന് അതിന് മൂവ്മെന്റ്സ് തിരിച്ചു വരാനുള്ള സാധ്യത ഇപ്പോൾ വളരെ കുറവാണ്. കാരണം വോളിയത്തിൽ ചെറിയ ഇമ്പ്രൂവ്മെന്റ്സ്, അത് എനിക്ക് തോന്നുന്നത് ഒരു കറക്റ്റീവ് ആക്ഷൻസ് ആയതുകൊണ്ട് ആളുകൾ കൂടുതൽ ബൈ ചെയ്യുന്നതോ അല്ലെങ്കിൽ കൂടുതൽ സെല് ചെയ്യാൻ ശ്രമിക്കുന്നതോ ആണ്. പക്ഷെ വോളിയത്തിൽ ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ട്, അതിനനുസരിച്ച് പ്രൈസിൽ ഒരു മൂവ്മെന്റ്സ് വരുന്നില്ല. അതായത് പ്രൈസ് ഒന്ന് റെസ്റ്റ് ചെയ്യപ്പെടുന്നു. അതൊരു സപ്പോർട്ട് സോൺ ആണ്, 11,000 അടുത്തേക്കുള്ള ഒരു സപ്പോർട്ട് സോൺ ഉള്ളത് കൊണ്ട് അവിടെ ഒന്ന് പ്രൈസിന്റെ മൂവ്മെന്റ്സ് ഒന്ന് അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നത് മാത്രമേ ഉള്ളൂ. ഒരു ട്രെൻഡ് റിവേഴ്സലിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്. വോളിയത്തിനോടൊപ്പം തന്നെ പ്രൈസിലെ മൂവ്മെന്റ്സ് റിവേഴ്സലിന്റെ സാധ്യത കാണിക്കണം. ഇതെല്ലാം തന്നെ വരാനുള്ളതുകൊണ്ട് എനിക്കിപ്പോൾ നമ്മളൊരു അഡ്വാൻസ് മൂവ്മെന്റ്സിൽ ഒരു ട്രെൻഡ് റിവേഴ്സലാണെന്ന് പറയാനായിട്ട് കഴിയില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു മൂവ്മെന്റ്സ് തന്നെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു കൺസോൾട്ടേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ പറയാനായിട്ട് കഴിയുള്ളൂ. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഒരു കൺസോൾട്ടേഷൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ഒരു ബെസ്റ്റ് സ്ട്രാറ്റജി. അനീഷ് സാർ, ഇന്ന് ഒരു 11% കൂടുതൽ നേട്ടം രേഖപ്പെടുത്തുന്ന HFCL ലിമിറ്റഡിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇന്ന് തുടക്കം മുതൽ തന്നെ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം 8% ഒരു വലിയ മുന്നേറ്റം രേഖപ്പെടുത്തുന്നു. പിന്നീട് അത് 11% അടുക്കുന്നു. പക്ഷേ ഈ ഒരു HFCLനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എഫാനോ പട്ടികയിൽ നിന്ന് പുറത്തായതിനു ശേഷമുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇന്ന് ഈ ഒരു ഉയർച്ചയ്ക്ക് കാരണമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ ഒരു പെർഫോമൻസ് ഡീറ്റെയിൽസ് പരിശോധിക്കുന്ന സമയത്ത് അത്ര ഭേദപ്പെട്ട റിട്ടേൺസ് അല്ല, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് ഇയർ ടു ടിൽ ഡേറ്റിൽ 38% ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ്. തുടർച്ചയായിട്ട് ഇങ്ങനെ ഒരു അണ്ടർ പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോക്കിന്റെ പെർഫോമൻസിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇത് ഇയർലി കഴിഞ്ഞ വർഷവും ഇതേപോലെ തന്നെ ഉണ്ടായിരുന്നു. വലിയൊരു മൂവ്മെന്റ്സ് കഴിഞ്ഞ വർഷത്തിന്റെ അവസാനവും ഇതേപോലെ തന്നെ വലിയൊരു മൂവ്മെന്റ്സ് വരെ ഉണ്ടായത്. അത് 160 അടുത്ത് വരെയൊക്കെ പോയിട്ടുണ്ട്, 150 അബോവ് പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം ഒരു 60 ലെവലിലേക്ക് കറക്റ്റീവ് ചെയ്തു വന്നു. ഇപ്പോൾ എഫാൻ്റെ പുറത്തായത് എന്നുള്ള ഒരു ന്യൂസ് കണ്ടതൊന്ന്, അതുകൊണ്ട് എനിക്ക് തോന്നുന്നുള്ള ഒരു ചെറിയൊരു കൺസോൾട്ടേഷൻ മൂവ് ആയിരിക്കാം അത്. ബട്ട് നമ്മൾ ഇപ്പോൾ കൺസോൾട്ടേഷൻ നടക്കുന്നു എന്നതുള്ള ഒരു പോസിറ്റീവാണ്. ബട്ട് അതിന് ഞാൻ ഓവറായിട്ട് കമന്റ് ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഒരു വലിയൊരു പ്രതീക്ഷ നൽകുന്ന രീതിയിലല്ല. ബട്ട് അതൊരു കൺസോൾട്ടേറ്റ് ചെയ്യുന്നു, വോളിയം കൂടുന്നു എന്നത് ചെറിയ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ബട്ട് നമ്മൾ ഇനിയും കൺഫർമേഷൻസ് വേണ്ടിയുണ്ട്. അതിനുവേണ്ടി നമ്മളൊന്ന് പേഷ്യൻസ് ആയിട്ട് വെയിറ്റ് ചെയ്യുകയായിരിക്കും നല്ലത്. എനി മൂവ്മെന്റ്സ്, നല്ലൊരു സ്ട്രോങ് മൂവ്മെന്റ്സ് വിത്ത് ഹൈ വോളിയം വരികയാണെങ്കിൽ മാത്രം നമ്മൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുക. ബട്ട് ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നു എന്നത് മാത്രം അത് ക്ലീൻ ആയിട്ടൊന്ന് വാച്ച് ചെയ്യുക, എപ്പോഴും സസ്റ്റൈനബിൾ ആയിട്ട് വാച്ച് ചെയ്യുക. 80 എബോവ് ഒക്കെ വരികയും വിത്ത് ഹൈ വോളിയം ഉണ്ടെങ്കിൽ നമുക്കൊരു സ്പെക്കുലേറ്റീവ് മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം വ്യൂ പോസിറ്റീവ് എന്നുള്ള രീതിയിൽ ബൈങ്ങിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. സാർ അടുത്തായിട്ട് ചോദിക്കാനായിട്ട് പെട്രോനെറ്റ് LNGയെ സംബന്ധിച്ചിടത്തോളമാണ്. ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ വളരെ സ്ട്രക്ചറലി പരിശോധിക്കുകയാണെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2019 ശേഷം ഗ്ലോബൽ LNG സപ്ലൈ ഏറ്റവും കൂടുതൽ വർദ്ധിക്കാൻ സാധ്യതയുള്ളത് 2016 എന്നുള്ള രീതിയിലുള്ള ഒരു വ്യൂ പോയിന്റ് ഒക്കെ തന്നെ ഇൻവെസ്റ്റർക്ക് അടക്കമുള്ള ബ്രോക്കറേജസുകളൊക്കെ തന്നെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ ഈ ഓഹരിയുടെ ഒരു ടെക്നിക്കൽ ആസ്പെക്ട്സ് എന്താണ് സൂചിപ്പിക്കുന്നത്? ഓക്കെ, 2026 എന്നുള്ളതാണ് വ്യൂ അല്ലേ? ഓക്കെ, ഫണ്ടമെന്റൽ ന്യൂസിനോടൊപ്പം തന്നെ ഇതിൽ കൺസോൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. എനിക്കും അതിലൊരു ചാർട്ടിലൊരു പോസിറ്റീവ്സ് കാണുന്നുണ്ട്. വോളിയത്തിൽ ഇമ്പ്രൂവ്മെന്റ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു കൺസോൾട്ടേറ്റ് ഏറ്റവും ലോവർ ലെവലിൽ കൺസോൾട്ടേറ്റ് ചെയ്യുന്നു. അതിൽ 260 താഴോട്ട് പോകുന്നില്ല, ഒരു 2-3 മാസമായിട്ട് അവിടെ കൺസോൾട്ടേറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ 290, 300 എബോവ് വരികയാണെങ്കിൽ നമുക്കൊരു ബൈ സോണിലേക്ക് കടന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ പെട്രോളിനെ സംബന്ധിച്ച് 300 എബോവ് ഒക്കെ വരികയാണെങ്കിൽ ഒരു പോസിറ്റീവ് വരാനുള്ള സാധ്യതയുണ്ട്. ഒരു എക്സ്പെക്ടേഷൻ അതേപോലെ ഫണ്ടമെന്റൽ ന്യൂസ് ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു മൂവ്മെന്റ്സ് പ്രതീക്ഷിക്കാം. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ ബൈ അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ബൈ.
അനീഷ് സർ, അവസാനമായിട്ട് നമ്മൾ 2026 വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് നോക്കിക്കാണുന്നത്. ഈ ഒരു 2026 സംബന്ധിച്ചിടത്തോളം സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് സ്റ്റോക്കുകളിൽ അല്ലെങ്കിൽ ഒരുപാട് സെക്ടേഴ്സിൽ ആ ഒരു ഒപ്റ്റിമിസം കാണാൻ സാധിക്കട്ടെ എന്നുള്ള ഒരു പ്രത്യാശയാണുള്ളത്. പക്ഷേ ഈ 2026 ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെഗ്മെന്റോ സ്റ്റോക്സോ സാറ് വാച്ച് ചെയ്യുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അത് ഏതൊക്കെയാണ്? ഞാൻ സെഗ്മെന്റിലെ 1-2 സെഗ്മെന്റുകൾ പോസിറ്റീവാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലെ GDP 5 ട്രില്യണിലേക്ക് കൊണ്ടുപോകുന്ന സെക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ള രീതിയിൽ ഞാനും ആകാംക്ഷ ഉള്ളതാണ്. അപ്പോൾ എൻ്റെ വ്യൂ അനുസരിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ജപ്പാനെ മറികടന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് വളരെയധികം പോസിറ്റീവാണ് ഇന്നുള്ള ദിവസത്തിൽ വന്നിരിക്കുന്ന ന്യൂസ്. അപ്പോൾ 5 ട്രില്യണിലേക്ക് പോകാനുള്ള ഒരു വർഷമാണ് നമ്മളെ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഒരു വർഷമാണ് അടുത്ത വർഷമെന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മളെ ഏതൊക്കെ അല്ലെങ്കിൽ സെക്ടേഴ്സ് കേപ്പബിൾ ആണ്, അല്ലെങ്കിൽ അതിലേക്ക് പോകാനുള്ള ഇൻഡെക്സ് ഏതൊക്കെയാണ് എനിക്ക് തോന്നുന്നു. നമ്മളെ ഇയറിന്റെ തുടക്കത്തിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഉള്ള FMCGയും ബാങ്കും മെറ്റലും ഒക്കെ തന്നെ പെർഫോം ചെയ്യും. അതിനുശേഷമായിരിക്കും എനിക്ക് തോന്നുന്നു ഒരു വലിയൊരു സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഇൻഡെക്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും IT തന്നെയാണ്. ഇപ്പോൾ ഗ്ലോബലി ഉള്ള പ്രശ്നങ്ങളൊക്കെ തീരുകയാണെങ്കിൽ IT വീണ്ടും നമ്മളെ ഫ്ലറിഷ് ചെയ്യുകയും അതിലേക്ക് മൂവ്മെന്റ്സിലേക്ക് കൊണ്ടുവരാനും സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് വ്യൂ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഓപ്ഷൻ ബി എന്നുള്ള രീതിയിൽ നമ്മൾ ഗവൺമെന്റ് നോക്കുന്നത് കൺസപ്ഷനാണ്. അപ്പോൾ ഈ കൺസപ്ഷനെയും IT-യും ഒരുമിച്ച് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ ടാർഗറ്റിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു വാച്ച് ചെയ്യേണ്ടത് IT പ്ലസ് കൺസപ്ഷൻ ഞാൻ പറയാൻ പോകുന്ന ഇൻഫ്രാസ്ട്രക്ചറിൽ കൂടെ ഉണ്ട്. കാരണം ലോകത്ത് തന്നെ IT ഫിമന്മാരെല്ലാം തന്നെ നമുക്ക് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ്സിന്റെ ഓപ്പർച്യൂണിറ്റി തറഞ്ഞ്, അല്ലെങ്കിൽ അവരുടെ പ്രോമിസ് ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂ അവർ ആൾറെഡി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. അതിനനുസരിച്ചിട്ടുള്ള പെർഫോമൻസ് അടുത്ത 1, 2, 3 വർഷം കൊണ്ട് നമ്മൾ ഇവിടെ സജ്ജമാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സൗത്ത് ഇന്ത്യയിലൊക്കെ തന്നെയാണ് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് എന്നതുകൊണ്ട് വളരെയധികം ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ. അവിടെയൊക്കെ സ്റ്റേബിൾ ആയിട്ടുള്ള ഗവൺമെന്റ് ഉണ്ട്. ബാക്കിയുള്ള ഇൻഡസ്ട്രിയൽ പെർഫോമൻസ് ഒക്കെ ഹൈ ആണ്, ഇൻഡെക്സിലൊക്കെ അവരൊക്കെ ഹൈ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെയധികം ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ഈ റിയൽ എസ്റ്റേറ്റ് കം ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ള രീതിയിൽ ഞാനുള്ളത്. അത് കൺസപ്ഷന്റെ ഭാഗമായിട്ടാണ് ഞാൻ അത് നോക്കുന്നത്. അപ്പോൾ ഈ IT പ്ലസ് കൺസപ്ഷൻ ഈ ഒരു 2 സെക്ടർ പെർഫോം ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഒരു സെക്കൻഡ് ഹാഫിൽ വളരെയധികം പോസിറ്റീവായിട്ടായിരിക്കും മാർക്കറ്റ് പോവുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. Opening hours with MyFin.